നിങ്ങളുടെ കയ്യിൽ 5 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ 5 മിനിറ്റ് കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാലോ. ഇൻട്രോ ഒന്നുമില്ല, വാ തുടങ്ങാം. ആദ്യം ക്രോം പോവാം, എന്നിട്ട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കാം. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിന് സൈൻ ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരും, അത് കൊടുക്കുക. അതിനുശേഷം ഫോർ മൈ പേഴ്സണൽ യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതാ കാണും. അതും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോൺ നമ്പർ, ഇമെയിൽ ID, പിന്നെ ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് പറയുന്ന മനസ്സിലായില്ലെങ്കിൽ വീഡിയോന്റെ സെറ്റിംഗ്സ് പോയിട്ട് അതൊന്ന് സ്ലോ ഡൗൺ ചെയ്താൽ മതി. 0.5 മറ്റോ ആക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഫാസ്റ്റായി പോകുന്നത് കേട്ടോ. എല്ലാ എഗ്രീസ് നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും നിങ്ങൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അടുത്തേക്ക് തന്നെ എത്തും. യൂട്യൂബിന്റെ ഹോം പേജിലെത്തും. യൂട്യൂബിന്റെ ഹോം പേജിൽ നിങ്ങളെ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങളെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോ ഇല്ല എന്ന് പറഞ്ഞല്ലോ, ഞാൻ പ്രിയ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ചാനലിന് ഒരു പേര്, യുണീക്ക് ID, ഇപ്പം നിങ്ങൾക്ക് എന്ത് പേരാണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് മാറ്റാൻ പറ്റും. പ്രൊഫൈൽ പിക്ചർ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ചാനൽ ക്രിയേറ്റ് ആയി. ഇനി കുറച്ച് സെറ്റിംഗ്സ് റെഡിയാക്കാനുണ്ട്. അതിന് കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ താഴെയായി സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ചാനൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്ത് അതിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എല്ലാം എനേബിൾഡ് ആയിരിക്കും, പക്ഷേ ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എനേബിൾഡ് ആയിരിക്കില്ല. അത് എനേബിൾഡ് ആക്കണം. ഇതാക്കിയാലും നമുക്ക് തമ്പനെയിൽ മാറ്റാനും പിന്നെ ലോങ് വീഡിയോസ് എല്ലാം ഇടാൻ പറ്റും. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങളുടെ കൺട്രിയും ഫോൺ നമ്പറും ചോദിക്കും, അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആവും. ഇനി ഇത് ക്ലോസ് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ബാനർ ഇമേജ് എന്ന് പറയുന്ന ഒരു വിൻഡോ വരും. അവിടെ നിങ്ങളുടെ ചാനലിന്റെ ബാനർ ഡിസൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ചാനലിലേക്ക് ഫസ്റ്റ് കയറുന്ന ആള് ഈ ബാനർ ആക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കണം. അത് നമുക്ക് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ നിന്ന് തന്നെ നിങ്ങളുടെ ചാനലിന്റെ പേരും ഹാൻഡിൽ നെയിമും എല്ലാം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ചാനലിന്റെ പേര് അതുപോലത്തെ പേര് എല്ലാവർക്കും ഉണ്ടാവും, ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ ഹാൻഡിൽ നെയിം അത് യുണീക്ക് ആയിരിക്കും, കാരണം അത് നിങ്ങളുടെ മാത്രം പേരായിരിക്കും. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ട് ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അത് ഇമ്പോർട്ടന്റ് അല്ല. കോൺടാക്ട് ഇമെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇമെയിൽ ID കൊടുക്കുക. അത് നിങ്ങൾ ചാനൽ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച ഇമെയിൽ ID അല്ല കൊടുക്കേണ്ടത്. ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലായി. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തോ അപ്ലോഡ് ചെയ്തോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ ഇനിയും ഇടും. അല്ല, ഇനി ഈ യൂട്യൂബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ലിങ്ക് ചെയ്താൽ ഞാൻ ചെറിയൊരു വീഡിയോ ആയി എടുത്ത് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.